രാവിലെ കിച്ചണിൽ വരുമ്പോഴേ എന്തെങ്കിലും മാവൊക്കെ നമ്മൾ തലേ ദിവസം റെഡിയാക്കി വെച്ചേക്കാണെങ്കിൽ രാവിലെ എളുപ്പമാണല്ലേ. ഇഡലി മാവോ അല്ലെങ്കിൽ ദോശമാവോ വെള്ളപ്പത്തിന്റെ മാവോ ഒക്കെ ഉണ്ടെങ്കിൽ. അപ്പൊ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇഡലിയാണ് കേട്ടോ. ഇഡലി മാവൊക്കെ തലേ ദിവസം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിന്. ഇന്ന് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞ പോലെയാണ് ഇഡലിയും സാമ്പാറും ആണ് കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ചോറിനും നമുക്ക് സാമ്പാർ എടുക്കാം. അപ്പോൾ ഇതാ വേഗം കിച്ചണിൽ വന്ന് ഇഡലി ചുടാനുള്ള പരിപാടിയിലാണ്. ഇഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ടായിന്. പിന്നെ തട്ടിൽ എണ്ണയൊക്കെ തടവി കൊടുത്തിട്ട് ഇതാ മാവ് കൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെന്ത് വരട്ടെ. പിന്നെ വേഗം അടുപ്പ് കത്തിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ചോറ് അടുപ്പത്താണ് ഉണ്ടാക്കുന്നത്. അടുപ്പ് കത്തിച്ചിട്ടും കുറേ ദിവസമായിട്ടുണ്ട്. അപ്പം അടുപ്പിൽ കുറച്ച് വെണ്ണീറും കാര്യങ്ങളൊക്കെ ഉണ്ടായിന്. അതൊക്കെ കോരി അടുപ്പൊക്കെ വൃത്തിയാക്കി അടുപ്പൊക്കെ കത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചു. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഇതാ നമ്മുടെ ഇഡലി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊന്നും ഇങ്ങോട്ട് ചൂടാറട്ടെ. ചൂടാറിയിട്ട് തട്ടുന്ന എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തട്ടിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല വൃത്തിയിൽ കിട്ടും. ഇനി സാമ്പാർ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇതാ കുറച്ച് പരിപ്പ് എടുത്തിട്ട് കുക്കറിൽ ആദ്യം ഒന്ന് വേവിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആവശ്യത്തിനുള്ള പരിപ്പ് കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ നല്ലോണം ഒന്ന് കഴുകിയെടുത്ത് വെള്ളം ഒഴിച്ചിട്ട് പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു സിമ്പിൾ സാമ്പാറാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. എളുപ്പം ഉണ്ടാക്കാൻ പറ്റും ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ. അപ്പോൾ പരിപ്പ് വേവിക്കാൻ വെച്ചു. ഇനി അത് വെന്ത് വരുന്ന സമയം കൊണ്ട് അതിലേക്കുള്ള വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് വെജിറ്റബിൾസ് ഒന്നും ഇല്ല കേട്ടോ. ഒരു ക്യാരറ്റ്, രണ്ട് മൂന്ന് വെണ്ടക്ക, ഒരു വഴുതനങ്ങ, ഒരു തക്കാളി, ഒരു കിഴങ്ങ്, അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഞാനൊന്ന് എണ്ണയിലിട്ടിട്ട് ഒന്നും ഇങ്ങോട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ഒക്കെ അതിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കേണ്ടത്. ഇതിൽ കുറേ ഉള്ളത് വെണ്ടയ്ക്കാണ് കേട്ടോ. അപ്പോൾ വെണ്ടക്ക സാമ്പാർ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഒക്കെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് വഴറ്റേണ്ട, ജസ്റ്റ് എണ്ണയിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ സാമ്പാർ പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സാമ്പാർ പൗഡർ നമ്മളെ ഹോം ഷോപ്പിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അത് തേങ്ങയൊക്കെ വറുത്തരച്ച് വരുന്ന സാമ്പാർ പൗഡറാണ്. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് സാമ്പാർ പൗഡർ ചേർക്കൂല കേട്ടോ. അപ്പോൾ അതും ചേർത്ത് നല്ലോണം വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ പരിപ്പ് വേവിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും അതിക്ക് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് കായം ഇട്ട് കൊടുത്തു. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. വലിയ വേവുള്ള വെജിറ്റബിൾസ് ഒന്നും ഇല്ല കേട്ടോ. ഒക്കെ വേവ് കുറഞ്ഞ വെജിറ്റബിൾസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വേവിക്കാൻ വെച്ചിട്ട് പിന്നെ അരി കഴുകി അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേന് വെള്ളം തിളച്ചിട്ടുണ്ടേന്. അങ്ങനെ അരി ഇട്ട് കൊടുത്തു. അപ്പോൾ ചോറ് വേവട്ടെ. ഇനി ഇഡലി തട്ടുന്ന മാറ്റാണ് കേട്ടോ. ഇതാ കണ്ടോ, ഒട്ടി പിടിക്കാതെ നല്ല വൃത്തിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതൊന്ന് നല്ലോണം ചൂടാറിന് ശേഷം എടുത്താൽ അതാണ്. പിന്നെ ഇഡലി മാവ് ഉണ്ടാക്കുമ്പോൾ ഞാൻ പച്ചരിയും കുറച്ച് ചാക്കരിയും ഉഴുന്നൂട്ടിട്ടാണ് കേട്ടോ അരച്ചെടുക്കല്. അങ്ങനെ സാമ്പാറിന്റെ വെജിറ്റബിൾസും വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് പുളിവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് ഇതാ ഒന്ന് വറവിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ സാമ്പാറും ആയി, ഇഡലിയായി. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സാമ്പാർ റെസിപ്പിയാണ് കേട്ടോ. സാമ്പാറൊക്കെ ഒരുപാട് ആൾക്കാർ ഉണ്ടാക്കുന്നത് തന്നെയാണ്. ഒക്കെ വേറെ വേറെ രീതിയിലല്ലേ ഉണ്ടാക്കുക. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങളായിട്ട് ഷെയർ ചെയ്തെന്നുള്ളൂ. ഇനി ചോറിനും അതന്നെ മതി. അപ്പം എനിക്ക് ഇങ്ങനെ ഇഡലിയിൽ കുറേ സാമ്പാർ ഒഴിച്ച് കഴിക്കുന്നത് ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ്